ലാപ്ടോപ്പ് കിട്ടിയോ നിനക്ക്? ആ, ഏട്ടൻ തന്നു. എന്റേത് തരാന്ന് ഞാൻ പറഞ്ഞതല്ലേ, എന്തിനാ അങ്ങേരുടെ കയ്യിൽ നിന്ന് പോയി മേടിച്ചത്? അതെന്റെ ഏട്ടനല്ലേ. ഏട്ടനല്ല, വട്ടൻ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. എന്റെ ചേച്ചി, നിങ്ങൾ തമ്മിൽ വഴക്കിട്ടോ? ഞാനല്ല തുടങ്ങിയത്, അങ്ങേര. അതല്ല ഞാൻ ചോദിച്ചതിന് ഉത്തരം. ചോദ്യം ഉത്തരം പറയാനായിട്ട് ഇവിടെ ക്വിസ് മത്സരമൊന്നും നടക്കുന്നില്ലല്ലോ. ഇരുന്ന് പഠിക്കു വെച്ചേ. അങ്ങേരുടെ ഒരു വെള്ളക്കോട്ട്. വെള്ളക്കോട്ടോ? അതെന്താ? ഈശ്വര, ഇതെന്താ ഇങ്ങനെ ഒരു സ്വപ്നം? ഏട്ടാ, നിരൂപേട്ടാ. ആ, എന്താ മോളെ? ദാ ലാപ്ടോപ്പ്. പ്രോജക്റ്റ് ചെയ്ത് തീർന്നോ? ആ ഏട്ടാ, കഴിഞ്ഞു. അല്ല, ഏട്ടൻ എവിടെയെങ്കിലും പോവുകയാണോ? ആ മോളെ, കുറച്ച് കഴിഞ്ഞ് എയർപോർട്ടിലൊന്ന് പോണം. എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്, അവനെ പിക്ക് ചെയ്യാനാ. ആണോ? എന്നാ പിന്നെ ഞാനും വരട്ടെ. അതെന്തിനാ കുക്കു? വെറുതെ. ഇന്ന് സൺഡേ അല്ലേ, എനിക്ക് ഇവിടെ ഇരുന്ന ബോറടിക്കും. ഞാനും കൂടി വന്നോട്ടെ, പ്ലീസ് പ്ലീസ് പ്ലീസ്. ഓഹോ, ഇത്രയ്ക്ക് സോപ്പൊന്നും വേണ്ട. ഒരു 10 മണിയാകുമ്പോൾ റെഡി ആയിട്ട് ഇങ്ങോട്ട് വാ, നമുക്ക് പോകാം. അയ്യോ, താങ്ക്സ് ഏട്ടാ, ലവ് യു സോ മച്ച്. മഴപ്പാറ്റേൻ ഇവിടെ അങ്ങ് കാണുന്നില്ലല്ലോ. ആളിതെവിടെ പോയി? എഴുന്നേറ്റില്ലേ? ആഹാ, ഇതാര്? കുക്കുമോളോ? എന്താ ഇത്ര രാവിലെ? ഏയ് ഒന്നല്ല ആന്റി, ഞാൻ വെറുതെ ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയതാ. ജീവനങ്ങൾ എവിടെ? ആ, ഏട്ടൻ പുറത്തേക്ക് പോയതാ മോളെ. ഏതോ കൂട്ടുകാരനെ കാണണോന്ന് പറഞ്ഞു. മോളിരിക്കെ, അതിന്റെ ചായ എടുക്ക. ആ ആ ആന്റി. ആന്റി, നിരഞ്ജനേട്ടൻ എവിടെ? അവൻ ഇതുവരെ എഴുന്നേറ്റില്ല മോളെ. ഇന്നലെ കിടക്കാൻ താമസിച്ചില്ലേ? ആ ശരി. മോള് പറ്റുമെങ്കിൽ ചെന്ന് ഒന്ന് അവനെ കുത്തിപ്പോക്ക്. ഞാൻ ചെന്നാൽ അവൻ ഇന്നൊന്നും എഴുന്നേക്കില്ല. ആ ശരി ആന്റി, ആ കാര്യം ഞാൻ ഏറ്റു. അയ്യടാ, കിടക്കുന്ന കിടപ്പ് നോക്ക്. എന്നാ ഒരു ഭംഗി. ഉറങ്ങുമ്പോ മാത്രമേ ഇതുള്ളൂ. വാ തുറന്നാ പോയി. കിടക്കണം നോക്ക്. ഒരൊറ്റ ചവിട്ടുന്നുണ്ടല്ലോ, തലയും കുത്തി താഴെ കിടക്കും. ഹലോ മിസ്റ്റർ ഡോക്ടർ, ഹലോ, എഴുന്നേക്ക്. നേരം വെളുത്തു. സൂര്യൻ ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കാൻ പോയി. നിങ്ങൾ എഴുന്നേക്കാറായില്ലേ? ഓ, ഇയാള് കുംഭകർണന്റെ വകയിൽ അനന്തരവനാണെന്ന് തോന്നുന്നു. ഡോ മനുഷ്യ, എണീക്കടോ. ഇതൊരു നടക്ക് പോകും തോന്നുന്നില്ല. അറ്റകൈ തന്നെ പ്രയോഗിക്കാം. ആരിത്? മീനാക്ഷിയോ? നീ എന്താ രാവിലെ? മീനാക്ഷിയോ? എവിടെ എവിടെ? അയ്യടാ, അവളുടെ പേര് പറഞ്ഞപ്പോ എന്താ എഴുന്നേൽക്കാൻ ഒരു ശുഷ്കാന്തി. അവളല്ല, ഞാനാ. നീയോ? നീ എന്താ ഇവിടെ? സ്റ്റാർട്ടിങ് തന്നെ ഞെട്ടല. ഇന്നത്തെ ദിവസം പോയി കിട്ടി. പോയെങ്കിലേ കണക്കായിപ്പോയി. മൂട്ടില് വെയിലടിക്കാൻ വരെ ഉറങ്ങിയത് പോരാ, ഇപ്പൊ എന്നെ കുറ്റം പറയുന്നോ? നിന്നെ ഇന്ന് ഞാൻ ഇവിടെ വാടി. രാവിലെ തന്നെ കുറ്റിയും പറിച്ച് എന്തിനാ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? കുറ്റിയും പറിച്ചു വരാൻ ഞാൻ എന്താ വല്ല കാളയോ പോത്തോ ആണോ മനുഷ്യ? അതിലും കൂടിയ ജാതിയാ നീ. എന്തിനാടി മാക്രി കുഞ്ഞ രാവിലെ നീ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഞാൻ ഞാൻ നിങ്ങളെ കാണാൻ വന്നതാ. എന്നെയോ? എന്തിന്? ഒരു ഉമ്മ തരാൻ. എന്തേ, തരട്ടെ? ഉമ്മയോ? ഉമ്മ അല്ല, വാപ്പ. മാറങ്ങോട്ട്. ഞാൻ വന്നത് ഒരു കാര്യം പറയാനാ. ചേച്ചി ഏട്ടനും തമ്മിലുള്ള ഇഷ്യൂ എന്ത് തന്നെ ആയാലും വേഗം തന്നെ കണ്ടുപിടിക്കണം. രണ്ടും കൂടി മുടിഞ്ഞടിയ. നേരെ പോലും നോക്കുന്നില്ല. നീ ഏട്ടത്തിയോട് വല്ലതും ചോദിച്ചോ? ചോദിച്ചു. എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ. ഇടയ്ക്ക് ഏതാണ്ട് വെള്ളക്കോട്ടെന്നോ മറ്റോ പറയുന്നുണ്ടായിരുന്നു. വെള്ളക്കോട്ടോ? അതെന്താ ഇപ്പോ? ആവോ, എനിക്കറിയില്ല. ഇനി നിങ്ങളുടെ മെഡിക്കൽ കോട്ടെങ്ങാനും ആണോ? മെഡിക്കൽ കോട്ടോ? അതാവില്ല. എന്ത് കുന്തായാലും കാര്യം എന്താന്ന് കണ്ടുപിടിച്ച് സോൾവ് ആക്കിയില്ലെങ്കിൽ ഇതിവിടം കൊണ്ടൊന്നും നിൽക്കാൻ പോകുന്നില്ല. അതിനിപ്പോ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നത്? ആദ്യം കാര്യം എന്താന്ന് അറിയണം. അതിന് ഞാൻ ചേച്ചിയോടോ നിങ്ങൾ ഏട്ടനോടോ ചോദിച്ചിട്ട് കാര്യമില്ല. പ്ലേറ്റ് മാറ്റണം. ഏത് പ്ലേറ്റ് മാറ്റണം? ഇതിനിടയിൽ അവര് പ്ലേറ്റും പൊട്ടിച്ചോ? അയ്യോ, എന്റെ പൊന്നമ്മ മഴപ്പാറ്റേ. നിങ്ങൾക്കാരാ MBBS വന്നത്? പ്ലേറ്റ് പൊട്ടിച്ചെന്നല്ല. നിങ്ങളെ ചെന്ന ചേച്ചിയോടും ഞാൻ ചെന്ന ഏട്ടനോടും കാര്യം തിരക്കാന്നാ ഉദ്ദേശിച്ചത്. ഓ, അങ്ങനെ മനുഷ്യനെ മനസ്സിലാവുന്ന രീതിയിൽ അങ്ങ് പറയാ വയ്യേ നിനക്ക്. ഞാൻ ഏട്ടത്തിയോട് ചോദിച്ചോളാം. ഞാൻ കുറച്ചു കഴിയുമ്പോൾ ഏട്ടന്റെ കൂടെ പുറത്തു പോകുന്നുണ്ട്. അപ്പൊ ഞാൻ ഏട്ടനോട് ചോദിച്ചോളാം. കുക്കുമോളെ. ആ, വരുന്നു ആന്റി. അപ്പോഴേ ഞാൻ പോവാ. എഴുന്നേറ്റ് അടിച്ച് നനച്ച് കുളിച്ച് വാടോ. നാറിയിട്ട് വയ്യ. ഇടി നിന്നെ ഞാൻ. അയ്യോ, കുക്കുമോളെ. ദാ വരുന്നു ഏട്ടാ. പോകാം നമുക്കെന്നാ. ആ, പോകാം. എങ്കി വാ, സമയം കളയണ്ട.
ഏട്ടനെന്താ നോക്കുന്നേ? ഏയ് ഒന്നുമില്ല, ഞാൻ ആ മാവിന്റെ വലിപ്പം നോക്കിയതാ. നീ വാ. ഏട്ടൻ വലുപ്പം നോക്കിയ മാവ് അകത്തിരുന്ന് ഉപ്പുമാവും പഴവും കഴിക്കുന്നുണ്ട്. എന്താ കുക്കു? ഏയ് ഒന്നുമില്ല ഏട്ടാ. വാ, നീ കേറ്, നമുക്ക് പോകാം. അമ്മേ, ഏട്ടനെവിടെ? അവൻ ആ സങ്കല്പനെ കൂട്ടാനായിട്ട് എയർപോർട്ടിലോട്ട് പോയിരിക്കുക. കുക്കുമോളും ഉണ്ട് കൂടെ. ആരാരെ കൂടെ ആരെ വിളിക്കാൻ പോയിന്ന്? എന്താടാ നിനക്ക് മര്യാദയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? കുക്കുമോള് നിരൂപിന്റെ കൂടെ സങ്കല്പനെ വിളിക്കാൻ പോയിന്ന്. അയ്യോ, അപ്പൊ അവള് രാവിലെ പുറത്തു പോണെന്ന് പറഞ്ഞത് ഇതിനായിരുന്നു. തീർന്ന് ആ വായി നോക്കിയിട്ട് വായിച്ചെന്ന് പെടാനായിരുന്നു ഞാൻ അവളെ. ഇനിയിപ്പൊ എന്താ ചെയ്യാ? അവനെങ്ങാനും കുക്കുനെ കണ്ട അവളുടെ ചോര മുഴുവൻ ഊറ്റി കുടിക്കും. അമ്മാതിരി ഗിരിരാജൻ കോഴിയാണേ. പണിയായല്ലോ മോനെ നിരഞ്ജ. അല്ല, ഞാനിതിനെങ്ങനെ വെപ്രാളപ്പെടുന്നത്? അവള് കല്യാണം ഉറപ്പിച്ച പെണ്ണല്ലേ, പിന്നെ ഏട്ടനും കൂടെ ഉണ്ടല്ലോ, ഏട്ടൻ നോക്കിക്കോളും. എന്നാലും അവളെ വിടണ്ടായിരുന്നു. നിരഞ്ജ, ആ ഏട്ടത്തി. എന്താണ് അനിയൻകുട്ടാ നീ ഇങ്ങനെ ഇവിടെ നിക്കുന്നേ? ഏയ് ഒന്നുമില്ല, വെറുതെ. ഏട്ടത്തി എന്താ ഇങ്ങോട്ട്? ഒന്നുമില്ല, നീ ഇങ്ങനെ നിക്കുന്ന കണ്ടോണ്ട് വന്നതാ. ഏട്ടത്തിയോട് ഒന്നും അറിയാത്ത പോലെ ഏട്ടനെ ചോദിക്കാം. പിന്നെ ഏട്ടത്തി, ഏട്ടൻ എവിടെ പോയതാണെന്നറിയോ? നിന്റെ ഏട്ടൻ വരുന്നതും പോകുന്നതൊന്നും എന്നോട് പറയാറില്ല. എനിക്കിനി അങ്ങോട്ട് അറിയുകയും വേണ്ട. അങ്ങേരുടെ ഒരു ഉണക്ക കോട്ട് കെട്ടിപ്പിടിച്ച് അവിടെ ഇരുന്നോട്ടെ, അല്ലെങ്കിൽ ആ കോട്ടിനെ പോയി കെട്ടട്ടെ, എന്നെ കെട്ടണ്ട. എന്തോന്ന് കോട്ടോ? എന്റെ ഏട്ടത്തി ഉണ്ടായത്? അയ്യേ, ഈ നിസാര കാര്യത്തിനാണോ നിങ്ങൾ വഴക്ക് കൂടിയത്? അതൊക്കെ ഞാനും എന്താ മോനെ അനിയൻകുട്ട? ഏയ് ഒന്നുമില്ല, ഏട്ടത്തി പേടിക്കണ്ട. ഏട്ടനെ വളച്ചൊടിച്ച് കുപ്പിയിലാക്കി തരുന്ന കാര്യം ഞാൻ ഏറ്റു. അയ്യോ വേണ്ടായേ, കോട്ടിനെ പ്രണയിച്ച അങ്ങേര് കോട്ടിനെ കെട്ടിപ്പിടിച്ച് നടക്കട്ടെ. സംഗതി അല്പം ഗൗരവം തന്നെയാണ്. എത്രയും വേഗം ഹെഡ് ഓഫീസിലേക്ക് റിപ്പോർട്ട് കൈമാറണം. അതെങ്ങനെ ചാടിത്തുള്ളി എയർപോർട്ടിലേക്ക് പോയില്ലേ മാക്കര കുഞ്ഞ്? ഏട്ടാ, സമയം കുറെ ആയല്ലോ. ഏട്ടന്റെ ഫ്രണ്ട് എവിടെ? അവൻ വരും മോളെ, നീ ഇങ്ങനെ പിടയ്ക്കാതെ നിക്ക്. പിന്നെ ഒരു കാര്യം, വരുന്ന മുതല് എന്നെ പോലെയോ നിരഞ്ജനെ പോലെയോ അല്ല. ഭാഗ്യം, നിരഞ്ജനേട്ടനെ പോലെ അല്ലല്ലോ, അത് കേട്ടാ മതി. അവൻ ആള് ഹോട്ട്, ക്യൂട്ട്, ഹാൻസം, പിന്നെ നല്ല ഒന്നാം തരം കാർഡിയോളജിസ്റ്റ്. വാവ്, ഐ ആം ഇംപ്രസ്ഡ്. അതെ, അത്രയ്ക്ക് ഇംപ്രസ് ആവാൻ വരട്ടെ. അവൻ ആള് ചില്ലറ പുള്ളിയല്ല. പെണ്ണെന്ന് പേപ്പറിൽ എഴുതി കാണിച്ച അവിടെ പായും തലനെ വിരിച്ചു കിടക്കും. അതാണ് മുതല്. ചിക്കനാണോ? ആണെന്നും പറയാം, അല്ലെന്നും പറയാം. പക്ഷെ ആള് പാവ. അവനൊരു ഈസി ഗോയിങ് പേഴ്സൺ ആയതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും പെട്ടെന്ന് അവനോടൊരു ഇഷ്ടം തോന്നും. കൊള്ളാലോ. ഈ പറഞ്ഞ മുതലിനെ ഒന്ന് പരിചയപ്പെടണമല്ലോ. പറഞ്ഞു തീർന്നില്ല, ദേ വരുന്നു ദ ഹാൻസം യങ് ഡോക്ടർ മിസ്റ്റർ സങ്കൽപ് കപൂർ. കപൂറോ? അവന്റെ അച്ഛൻ നോർത്ത് ഇന്ത്യൻ, അമ്മ സൗത്ത് ഇന്ത്യൻ. മലയാളം അറിയുമോ കുട്ടിക്ക്? थोड़ा थोड़ा मालूम है बहन. അച്ഛാ. Hey bro, how are you? After a long time man. Yeah man, welcome back to Kerala. Hey, thanks bro. എവിടെ നിരഞ്ജൻ ബ്രോ? അവൻ വീട്ടിലുണ്ട്, വാ നമുക്ക് അങ്ങോട്ട് പോകാം. ഓക്കെ. ഹേയ്, കോണയെ ചമക് ചലോ. ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന കുട്ടിയുടെ അനിയത്തിയാണ്. വീട്ടിൽ ബോറടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പം ഞാൻ ഇവളെയും കൂടി ഇങ്ങ് കൂട്ടി. അത് നന്നായി, എനിക്കെന്തായാലും കാണാൻ പറ്റിയല്ലോ. ഹേയ്, നൈസ് ടു മീറ്റ് യു സ്വീറ്റ്ഹാർട്ട്. ഐ ആം സങ്കൽപ്. യുവർ ഗുഡ് നെയിം പ്ലീസ്? കൃതിക. കുക്കു. കുക്കു? വാട്ട് എ നൈസ് നെയിം. എനിവേ, കുട്ടി എന്ത് ചെയ്യുന്നു? കുറ്റിയല്ല, ആണി. ഓഹോ, ഇവനെ കൊണ്ട്. എടാ വാടാ, നമുക്ക് വീട്ടിൽ ചെന്നിട്ട് വിശദമായിട്ട് പരിചയപ്പെടാം. നീ വാ. ഓ യെസ്. ഹേയ് കൃതിക. നോ നോ കൃതി, കം ലെറ്റ്സ് ഗോ. ദൈവമേ, വടക്കേ ഇന്ത്യയിൽ നിന്ന് ഞാൻ ഇറക്കിയ ഈ മുതലിനെ നിരഞ്ജന്റെ മുന്നിൽ ഈ കോലത്തിലെങ്ങാനും കിട്ടിയ മിക്കവാറും ഇവനെ തെക്കോട്ടടിക്കേണ്ടി വരും. അവനാണെങ്കിൽ പണി തുടങ്ങിയിട്ടുമുണ്ട്. അവൻ ഇവനെ ചിക്കൻ സൂപ്പാക്കാതെ നീ നോക്കിക്കോണേ. കൃതി, ഞാൻ തന്റെ കൂടെ പുലരിൽ ഇരിക്കണോ? സോറി, ഐ മീൻ ബാക്കിൽ ഇരിക്കണോ? ഒറ്റയ്ക്കിരിക്കാൻ പേടിയുണ്ടോ? ആക്ച്വലി എൻ്റെ മലയാളം ഇറ്റ്സ് നോട്ട് ഗുഡ്. ഏയ് ഇല്ല സങ്കൽപ്പേട്ട. ഈശ്വര, ഇത് ഗിരിരാജൻ കോഴിയൊന്നുമല്ല, അതുക്ക് മേലെയുള്ള എന്തോ ഐറ്റമാണ്. പിന്നെ നിരൂപ്ഷി, നിങ്ങൾ ഇനി എന്നാ ഡൽഹിക്ക്?
ഇതുവരെ ഒന്നും തീരുമാനിച്ചില്ല ബ്രോ. എന്തായാലും ഉടനെ ഒന്നും കാണില്ല. കൃതി വന്നിട്ടുണ്ടോ ഡൽഹിക്ക്? ഏയ് ഇല്ല. എന്റെ കൂടെ പോരുന്നോ? ബ്രോ, ഷീസ് എൻഗേജ്ഡ്. അതെനിക്ക് അറിയില്ലായിരുന്നു. യു ആർ ടു യങ് ആൻഡ് ബ്യൂട്ടിഫുൾ. എന്താ ഇത്ര വേഗം ഒരു മാരേജ് നോക്കിയത്? അത് പിന്നെ അച്ഛനും അമ്മയും പറഞ്ഞു, ഞാൻ സമ്മതിച്ചു. ബ്രോ, എങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നേരത്തെ കേരളത്തിലേക്ക് വന്നേനെ. ഏയ് കൃതി, കുറച്ച് വെയിറ്റ് ചെയ്തൂടായിരുന്നോ? ഞാൻ വരുമായിരുന്നല്ലോ. എന്ത് ചെയ്യാനാ ഡോക്ടറെ, ഇവരാരും എന്നോട് സങ്കല്പ ഡോക്ടറിനെ പറ്റി പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ വെയിറ്റ് ചെയ്തേനെ. യു ആർ സോ ഫണി ബേബ്. താങ്ക്സ് ഡോക്ടർ ലവ്. ഡോക്ടർ ലോ കുക്കുസേ? സങ്കല്പെട്ടാന്ന് വിളിക്കാനേ കുറച്ച് പാടാ, അതാ ഇങ്ങനെ വിളിച്ചത്. ഇതാവുമ്പോ ഇത് അല്പം സ്നേഹം ഉണ്ടല്ലോ. അല്ല കുക്കു, ഇവൻ ഡോക്ടർ ലവ് ആണെങ്കിൽ ഞാൻ ഏത് കാറ്റഗറിയിൽ പെടും? ഏട്ടൻ ഡോക്ടർ സ്വീറ്റ്. ആഹാ, അത് കൊള്ളാം. അപ്പൊ നിരഞ്ജനോ? അങ്ങേര് ഡോക്ടർ റൂഡ്. കോൺ? നിരഞ്ജൻ ബ്രോ. നോ കൃതി, ഹി ഈസ് റിയലി എ ഗുഡ് പേഴ്സൺ. അത് നിങ്ങൾക്ക്, തനി സ്വഭാവം എനിക്കല്ലേ അറിയൂ, ഡോക്ടർ ഉമ്മച്ചൻ. ഹേയ് നിരഞ്ജൻ ബ്രോ. വന്നല്ലോ ചിക്കന്റെ ഹോൾസെയിൽ മാർക്കറ്റ്. ഹേയ് സങ്കൽ ബ്രോ, ഹൗ ആർ യു മാൻ? ഐ ആം ഗുഡ് ബ്രോ. എവിടെ സിമാൻഡി? അമ്മ അകത്തുണ്ട്. ഏയ് ഡോക്ടർ ലവ്, പെട്ടിയൊന്നും വേണ്ടേ? അയ്യോ സോറി കൃതി, ഭൂലുകൈ. ഡോക്ടർ ലവോ? എന്നാ ഏട്ടാ, ഞാൻ അങ്ങോട്ട് പോവാ, അമ്മ അന്വേഷിക്കും. മോളെ, എന്നാ നീ ചെല്ല്. ശരി എന്നാ ഏട്ടാ. കൃതി, ഞാനെന്താ ഫ്രഷ് ആയിട്ട് അങ്ങോട്ട് വരാം കേട്ടോ. ഓക്കെ ഡോക്ടർ ലവ്, ബൈ. ഈശ്വര, നിരഞ്ജൻ എന്നാ കുക്കുവിനെ ഇങ്ങനെ നോക്കുന്നേ? വരൂ ബ്രോ, കം ലെറ്റ്സ് ഗോ. ദേ വരുന്നു സങ്കൽപ്പ്. ഡി കുക്കു, നിക്കടി അവിടെ. എന്തേ? നീ എന്താ ഞെട്ടാതെ നിൽക്കുന്നത്? എപ്പോഴെപ്പോഴും ഞെട്ടാൻ എനിക്ക് വട്ടൊന്നുമില്ല. ഇത് ഞാൻ പ്രതീക്ഷിച്ചതാ. അല്ല, എന്തിനാ വിളിച്ചത്? വന്ന് കയറിയവൻ ആരാന്നറിയോ നിനക്ക്? അറിയാം, നിരൂപേട്ടന്റെ ഫ്രണ്ട്. അതല്ല, അവന്റെ സ്വഭാവം അറിയോന്ന്. അതിന് ഞാൻ അയാളുടെ കൂടെ അല്ലായിരുന്നു താമസം. എടി, അവൻ ഭൂലോക കോഴിയാ. പെണ്ണിന്റെ മണ അടിച്ചാ മതി, കോഴിയെ പോലെ കൊക്കി കൊക്കി നടക്കും. ആഹാ, ആണോ? എനിക്കാണെ കോഴികളെ വലിയ ഇഷ്ടാ. എന്തായാലും വെട്ടുപോത്തിനെക്കാളും ഭേദം. പോത്ത് നിന്റെ അമ്മായിയപ്പൻ. ജീവനങ്കലിന് സുഖമല്ലേ? നീ എന്തിനാടി അതിന് അച്ഛനെ അന്വേഷിക്കുന്നത്? ഏയ് ഒന്നുമില്ല, വെറുതെ. ഞാനൊന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിലേ ഇപ്പൊ അങ്ങേനെ എന്റെ അമ്മായിയപ്പനായേനെ. അത് ഓർത്തുപോയതാ. ഇപ്പൊ താൻ വിളിച്ച വിളി അങ്ങനെ ആവുമ്പം ജീവനങ്കല് കേൾക്കേണ്ടി വരും. അയ്യടി, നിന്റെ മനസ്സിരിപ്പ് കൊള്ളാം. ഇത് ഈ ജന്മ നടക്കില്ല. അല്ലേലും തന്നെ ആർക്ക് നടക്കണമെന്ന് ആഗ്രഹം? 6 പാക്കും ഇല്ല, മീശയില്ല, താടിയില്ല. ആകെ പറയാനുള്ളത് പേരിന്റെ കൂടെ ഒരു MBBS. അങ്ങനെയുള്ള ഒരാളെ കേട്ടാൻ എനിക്ക് തീരെ താല്പര്യമില്ല. കുക്കു. എടി, ഏട്ടത്തി വിളിച്ചപ്പോഴാ ഓർത്തത്. അവര് പിണങ്ങിയതിന്റെ കാര്യം ഏട്ടത്തി പറഞ്ഞു. ആണോ? എന്താ കാര്യം? അയ്യേ, ഇത്ര നിസ്സാര കാര്യത്തിനാണോ ഇവര്? മോശം മോശം. അതവിടെ നിക്കട്ടെ. ഈ ഇന്ത്യയും പാകിസ്ഥാനും പരസ്പരം ലയിപ്പിക്കാൻ ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? സ്പൂൺ. സ്പൂണോ? ലയിപ്പിക്കണമെങ്കിൽ നമ്മൾ അവർക്കിടയിലെ സ്പൂൺ ആവണം. എന്തോന്ന്? ആലോചിക്കാൻ കുറച്ച് സമയം താടോ ഹിറ്റ്ലറെ. അല്ല ഡോക്ടറെ, ഞാൻ ആലോചിച്ചിട്ട് പറയാം. നാശ പിടിക്കാനായിട്ട് ഇവളിതെവിടെ പോയി കിടക്കുക? ഒന്ന് അന്വേഷിക്കുന്ന പോലും ഇല്ലല്ലോ. ഞാനിവിടെ ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ ഒന്നും അവൾക്ക് അറിയണ്ട. ഒരു വായു ഗുളിക മേടിക്കാൻ പോലും എന്നോട് പറഞ്ഞിട്ട് പോകുന്ന മനുഷ്യനാ. എന്നിട്ടാ ഒന്നും മിണ്ടാതെ എയർപോർട്ടിൽ പോയിരിക്കുന്നു. കുക്കു കൂടെ പോയതുകൊണ്ട് ഞാൻ കാര്യം അറിഞ്ഞു. ഇല്ലെങ്കിലോ അങ്ങേരുടെ ഒരു ഉണക്ക കോട്ടും. ഒന്ന് ഫോൺ വിളിച്ചൂടെ എന്നെ? ഓഹോ, ചേച്ചി അപ്പൊ ഏട്ടനെ മിസ് ചെയ്യുന്നുണ്ട്. വിളിക്കാത്തതിന്റെയും പറയാത്തതിന്റെയും ഒക്കെ പരിഭവമുണ്ട്. ചെറിയൊരു ടെസ്റ്റ് ഡോസ് ആവാം. ചേച്ചി. എന്താ മോളെ? ചേച്ചീനെ അമ്മ വിളിക്കുന്നു. ശരി. ഇതേതവനെ ഇപ്പൊ മിസ് കോള് വിടാൻ? സ്മൃതിയോ? അപ്പൊ തമ്പ്രാട്ടിക്ക് ഇങ്ങോട്ട് വിളിക്കാം അല്ലേ? തിരിച്ചു വിളിക്കണം. വിളിക്കാം, കുറച്ച് ജാട ഇട്ടേക്കാം. ചേച്ചി, നിരൂപേട്ട വിളിക്കുന്നു. ഫോണ് എടുക്കണോ? എടുക്കാം. ഇങ്ങോട്ട് വന്ന കോളല്ലേ, കുറച്ച് ജാട ഇട്ടേക്കാം. ഹലോ. ഹലോ, ഇങ്ങോട്ടൊരു കോള് വന്നല്ലോ. ആരാ ഇത്? ഞാൻ വിളിച്ചില്ലല്ലോ. പക്ഷെ കോള് വന്നു. ഞാൻ ആരെ വിളിച്ചില്ല. ഓക്കെ. ഞാനിപ്പോ എന്താ ചെയ്തേ? കോളും കട്ട് ചെയ്തല്ലോ. ഇനി അവളെ വിളിച്ചാൽ നാണം കെടും. എന്തൊരു അഹങ്കാരം ഈ മനുഷ്യന്. അറ്റ്ലീസ്റ്റ് കുറച്ച് സ്വീറ്റ് ആയിട്ടെങ്കിലും സംസാരിച്ചൂടെ?
ഉടനെ ഫോൺ വെച്ചിട്ട് പോയേക്കുന്നു. ഞാനങ്ങ് വിളിക്കില്ല, വിളിക്കാൻ എന്റെ പട്ടി വരും. ഇത് സിമ്പിൾ പ്രോബ്ലം ആണ്. 2 ദിവസം കാണാതെ മിണ്ടാതെ ഇരുന്ന് കഴിയുമ്പോൾ രണ്ടാളും ഒതുങ്ങിക്കോളും. വലിയ ആഭ്യന്തര കലാപമാകുമെന്നോർത്താ മഴപ്പാറ്റിക്ക് കൈയും കൊടുത്തുപോയി. ചെന്നാ കരാറ് പിൻവലിച്ചേക്കാം. കാര്യം കൈവിട്ട് പോവുകയാണെങ്കിൽ വേണ്ടത് ചെയ്യാം. ഞാൻ അത്രയ്ക്ക് ബോറാണോ? എനിക്കില്ലേ 6 പാക്ക്? ഉണ്ടല്ലോ, നിനക്ക് 6 പാക്ക് ഉണ്ടല്ലോ, കണ്ടുകൊടുത്താലും മതി. ഒരു പെണ്ണിന് ഇഷ്ടം തോന്നാൻ പാകത്തിനുള്ള ഗ്ലാമറൊക്കെ എനിക്കില്ലേ? പിന്നെ താടിയും മീശ അതിപ്പോ ഷാറൂഖ് ഖാനും ഇല്ലല്ലോ. പിന്നെ എനിക്കെന്തിനാ? അല്ലേലേ ഈ 6 പാക്കിലൊക്കെ എന്തിരിക്കുന്നു? ആറ്റിറ്റ്യൂഡിലല്ലേ കാര്യം. എന്റെ വാവ നിനക്ക് 6 പാക്ക് ഇല്ലാന്ന് പറഞ്ഞതിനാണോ നീ ഇത്രയ്ക്ക് ടെൻഷൻ അടിക്കുന്നത്? ഓയ് മിസ്റ്റർ, എന്താണ് ഒറ്റയ്ക്ക് നിന്ന് പെറുപിറുക്കുന്നത്? ഹിറ്റ്ലർ എന്റെ അമ്മേ, നിനക്ക് നോക്കി നടന്നൂടെ? മത്തങ്ങ പോലത്തെ 2 ഉണ്ട കണ്ണുണ്ടല്ലോ. എടോ, താൻ കറുത്ത ഗോലി കണ്ടിട്ടുണ്ടോ? നല്ല ഭംഗിയുള്ള ഗോലി. അതുപോലെ ഇരിക്കുന്ന എന്റെ കണ്ണ് നോക്കിയിട്ടാണോ മത്തങ്ങ കണ്ണെന്നൊക്കെ പറയുന്നത്? ഇതൊക്കെയാണോ കണ്ണ്? കണ്ണെന്ന് പറയുമ്പോ അതിന്റെ മാതിരി. അല്ല, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? കരാറ് തിരികെ വാങ്ങാൻ. കരാറോ? സ്മൃതി നിരൂപ വിഷയത്തില് നമ്മളിട്ട കരാറ്, അതിന്റെ ആവശ്യം ഇനിയില്ല. അവര് തമ്മിൽ ചെറിയ പ്രശ്നം, അത് അവര് തന്നെ തീർത്തോളും. നമ്മൾ ഇടപെട്ടാല് ചിലപ്പോ കുളമാവും. അല്ലേലും ഈ സ്നേഹം, ഇഷ്ടം, ഇക്കാര്യത്തിലൊക്കെ മൂന്നാമതൊരാൾ ഇടപെട്ടാൽ അത് അവിയൽ പരുവാകത്തേ ഉള്ളൂ. അതുകൊണ്ട് ഇടപെടാതെ ഇരിക്കുന്നതാണ് നമുക്ക് നല്ലത്, അവർക്കും. ഓഹോ, ആയിക്കോട്ടെ. ഏയ് കൃതി. കൃതിയോ? ആഹാ, ഡോക്ടർ ലവ് ആളാകെ മാറിയല്ലോ. ഇപ്പൊ എന്നെ കണ്ടാൽ ഒരു കേരള ലുക്ക് ഉണ്ടോ? പിന്നെ അടിപൊളിയായിട്ടുണ്ട്. യു ആർ സോ ഹാൻസം. ഓ താങ്ക്സ് ഹണി. വാ, ഞാൻ നിരുഭ്ര ഒരാളെ കണ്ടില്ല, ഒന്ന് കണ്ടിട്ട് വരാം. തന്റെ സിസ് അല്ലേ, താനും വാ. പിന്നെന്താ, വാ. അവൻ ഹാൻസം, പിന്നെ ഞാൻ എന്താടി നോക്കൂത്തിയോ? പോയത് കണ്ടില്ലേ, കുണിങ്ങി കുണിങ്ങി. ഞാൻ ഹിറ്റ്ലർ, അവൻ ലവ്. നിനക്കിട്ടിയെ വെച്ചിട്ടുണ്ടടി. ഓ, അവൻ അവിടെ തന്നെ ഇരിപ്പും കിടപ്പും കഴിപ്പും എല്ലാം. അവളും ഉണ്ട് എല്ലാത്തിനും. മനുഷ്യന്റെ സമാധാനം കളയാനായിട്ട് ഇവൻ എന്തിനാ അവളുടെ അടുത്ത് പോയിരിക്കുന്നത്? ഏയ് കൃതി, അടുത്ത ആഴ്ച ഞാൻ മുത്തശ്ശിയുടെ അടുത്തേക്ക് പോകും. നന്നായി, പോയി തൊലക്കി. അയ്യോ ഷോ, ഞാൻ മിസ് ചെയ്യും നിങ്ങളെ. ഞാനും. ബട്ട് സാറിയല്ലടോ, തന്റെ കല്യാണത്തിന് മുമ്പ് ഞാൻ വരും. ഞാൻ ഇവിടെ ഉണ്ടെന്ന് പോലും അന്വേഷിക്കാത്ത മുതല. അവൻ പോകുന്നതിന് ഇത്രയും സങ്കടം. ഒന്നുമില്ലേലും അവനെക്കാളും ഗ്ലാമർ ഇല്ലേ എനിക്ക്. ഈ ഒലിപ്പീര് സ്വഭാവം ഒഴിപ്പിച്ച എനിക്കെന്താ ഒരു കുറവ്? എന്നെ ഒന്ന് നോക്കുന്നത് പോലുമില്ല വെള്ളപ്പാറ്റ. നിനക്ക് കുറവുണ്ട്, ഒരടിയുടെ കുറവ്. മിക്കവാറും അത് നീ വാങ്ങിച്ചു കൂട്ടും. എന്റെ പൊന്നെ, ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. അത് കുക്കു അല്ലേ? ഇവളിതെവിടെ പോയതാ? ഡി ഡി കുക്കു. ഓഹ്, നിങ്ങൾ മനുഷ്യനെ പേടിപ്പിച്ച് കൊല്ലുമല്ലോ. നീ എവിടെ പോയതാ? ഇന്ന് കോളേജ് ഇല്ലേ? അതോ അന്നത്തെ പോലെ വല്ല വയറുവേദന വന്നോ? ഒറ്റ ശ്വാസത്തിൽ ഇത്രയും ചോദ്യം? എങ്കിൽ പിന്നെ ഉത്തരം കൂടി അങ്ങ് പറ. നീ എന്താ ഇവിടെ? ഞാൻ വീട്ടിലേക്ക് വരുമായിരുന്നു. ഇന്ന് കോളേജിൽ സ്ട്രൈക്ക് വിളിച്ചു, അതുകൊണ്ട് ക്ലാസ് ഇല്ല. ഞാൻ വീട്ടിലേക്ക് വരാൻ വേണ്ടി നിന്നതാ. കോളേജ് ജംഗ്ഷനിൽ പാർട്ടിക്കാരുടെ വക പ്രകടനമായതുകൊണ്ട് ബസ്സല്ല ഈ വഴിക്കാ, അതുകൊണ്ടാ ഇവിടെ നിന്നത്. ഓ, എന്നാ നീ വാ, ഞാനും വീട്ടിലേക്കാ. അയ്യോ വേണ്ട, ബുദ്ധിമുട്ടണ്ട, ഞാൻ ബസ്സിൽ വന്നോളാം. മര്യാദയ്ക്ക് വരുന്നോ അതോ ഞാൻ പിടിച്ചു വലിച്ചു കയറ്റണോ? ഓ നാശം. അതെ, നിങ്ങൾക്ക് ഹോസ്പിറ്റലിലൊന്നും പോകണ്ടേ? 24 മണിക്കൂറും വീട്ടിലുണ്ടല്ലോ. നീ ഈ പറഞ്ഞ പോലെ 24 മണിക്കൂറും സങ്കല്പിന്റെ കൂടെയല്ലേ. അതുകൊണ്ട് ഞാൻ 10-12 മണിക്കൂർ ഹോസ്പിറ്റലിൽ പോയി ജോലി ചെയ്യുന്നതൊന്നും നീ കാണാൻ വഴിയില്ല.
അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. സങ്കൽപ്പേട്ടൻ മുത്തശ്ശിയുടെ വീട്ടിൽ പോയോ? ആ, ഞാൻ പുള്ളിയെ കൊണ്ടാക്കിയിട്ട് വരുന്ന വരവാ. ഓ, ഇനി ഞാൻ ബോറടിച്ച് ചാവും. പുള്ളി ഉണ്ടായിരുന്നതിൽ സമയം പോകുന്നത് അറിയില്ലായിരുന്നു. അടുത്ത ആഴ്ച കല്യാണം കഴിയാൻ പോകുന്ന പെണ്ണ. ഇപ്പോഴും കണ്ടവന്മാരുടെ കൂടെ തെണ്ടിത്തിരിയുന്നതല്ല അവളുടെ ഇൻട്രസ്റ്റ്. അത് ശരിയാ. ഇപ്പോഴും ഞാൻ ഏതോ ഒരു കണ്ടവന്റെ കൂടെ തെണ്ടിത്തിരിഞ്ഞ് കാറി കയറി പോവുകയാണല്ലോ. ദേ ഒരൊറ്റ പെടാന്ന. കൂടുതൽ ഭരിക്കാനൊന്നും വരണ്ട. ഇയാൾ ആരാ എപ്പോഴും എന്റെ കാര്യത്തിൽ ഇടപെടാൻ? നിരൂപേട്ടന്റെ അനിയൻ, അച്ഛന്റെ ഫ്രണ്ടിന്റെ മോൻ, അത്രേ ഉള്ളൂ. ഓഹോ, ആയിക്കോട്ടെ. എനിക്കറിയില്ലായിരുന്നു. പറഞ്ഞു തന്നതിന് നന്ദി. വരവ് വെച്ചിരിക്കുന്നു സഹോദരാ. സഹോദരനോ? എന്തേ, ഇഷ്ടായില്ലേ? ദേ എന്നെ സഹോദരനെന്നൊന്നും വിളിക്കണ്ട. പിന്നെന്താ, മോനെ എന്ന് വിളിക്കണമായിരിക്കും. എന്റെ കൊച്ചിന്റെ അപ്പനാവാൻ പ്രായമുണ്ട്. അപ്പോഴാ ഞാൻ നിങ്ങളെ ഇനി മോനെ എന്ന് വിളിക്കാം. ഓഹോ, നീ വേണേലേ മോനെ എന്ന് വിളിച്ചോ. ഒന്നുമില്ലേലും നിന്റെ ദിവ്യഗർഭം സ്പോൺസർ ചെയ്ത ആളല്ലേ ഞാൻ. സഹോദര വിളി അതങ്ങ് വെച്ച് നിർത്തിയേക്ക്. ഓ, നാശം പിടിക്കാൻ. ഇയാള് മർമ്മം നോക്കി കുത്തിയല്ലോ. ഇതെന്താ ഇവിടെ മൊത്തത്തിലൊരു ശ്മശാന മൂകത? ആന്റിയൊക്കെ എവിടെ? അവര് ഏട്ടനെ കൂട്ടി കല്യാണം വിളിക്കാൻ പോയി. അയ്യോ, അപ്പൊ ഇവിടെ ആരും ഇല്ലേ? ഞാൻ അവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഇരിക്കാന്ന് ഓർത്ത് വന്ന. അവരെല്ലാം എവിടെ പോയി? അവരെല്ലാരും കല്യാണം വിളിക്കാനായിട്ട് പോയതാ. ചേച്ചി പിന്നെ ചേച്ചിയുടെ കൂട്ടുകാരികളെ വിളിക്കാനായിട്ട് പോയി. അപ്പോ നമ്മള് രണ്ടാളും മാത്രമേ ഇവിടെ ഉള്ളല്ലേ. നീ വാ അകത്തേക്ക്. ആ, 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 അത് വേണ്ട. അത് ശരിയാവില്ല. ഞാൻ വീട്ടിലിരുന്നോളാം. വേണ്ട, ഇവിടെ ഇരിക്കാം. വേണ്ട വേണ്ട, ഞാൻ അവിടെ ഇരുന്നോളാം. ആ, ഒറ്റയ്ക്ക് ഇരിക്കുവോ നീ? ഞാൻ ഇരുന്നോളാം. അവിടെ ഫുഡ് വല്ലതും ഉണ്ടാക്കിയായിരുന്നോ? ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് കഴിച്ചിട്ട് വെക്കോ? വേണ്ട, അവിടെ ഉണ്ട് ഫുഡ്. എങ്കിൽ നീ പൊയ്ക്കോ. ഞാൻ പൊയ്ക്കോളാം. ഇയാള് പൊയ്ക്കോ. നീ വീട്ടിൽ കയറി വാതിലടച്ചിട്ട് ഞാൻ പൊയ്ക്കോളാം. നീ ചെല്ല്. ഇയാളെ ഞാൻ വിചാരിച്ച പോലെ അല്ല. അത്യാവശ്യം കെയറിങ് ആണ്. അവളെ ഒറ്റയ്ക്ക് അവിടെ ഇരിക്കാൻ വിടണ്ടായിരുന്നു. ചെന്ന് വിളിച്ചാലോ? വേണ്ട, ആ പിശാച് വേറെ വല്ലതും പറയും. ഛേ, എന്തൊരു ശോകം ഇത്. അവിടെ പോയി ഇരിക്കായിരുന്നു. ആ മഴപ്പാറ്റയുടെ അടിയെങ്കിലും കൂടി സമയം കളയായിരുന്നു. എന്ത് പറയാനാ, ആവശ്യമില്ലാതെ ജാടയിട്ട് പോയതുമില്ല. ഇനി ചെന്ന് കയറിയാൽ നാറും. ആ മാക്രി കുഞ്ഞ് അവിടെ ഒറ്റയ്ക്കാണല്ലോ. അവക്ക് ഇങ്ങോട്ട് വന്നൂടെ? ഷോ, എന്തൊരു മഴയാ ഇത്. കറണ്ടും ഇല്ല. കുക്കു കുക്കു. ഓ, ഈ മഴയത്ത് അവളെ കിടന്ന് വിളിച്ചാൽ ആര് കേൾക്കാനാ? ഞാൻ തന്നെ അങ്ങോട്ട് പോയി നോക്കാം. ഈശ്വര, കെട്ടുപ്രായമായി നിൽക്കുന്ന എന്നെ ഇവള് വഴി തെറ്റിക്കുമെന്നാ തോന്നുന്നത്. ഞാൻ അത് നിന്നെ ബാഹുബലിയുടെ കാലകീര് പിടിക്കണോ? ഞാൻ നീ ഒറ്റയ്ക്കല്ലേ മഴയത്ത് എന്നോർത്ത് വന്നതാ. താൻ പോയി പുറത്തിരിക്കെ. ഇവിടെ എന്ത് കാഴ്ച കണ്ട് നിൽക്കുക? ആ ശരി. അയാളെല്ലാം കണ്ടു കാണും. ആകെ ചമ്മി. എന്നാലും മഴയിടിയും വന്നപ്പോ ഞാൻ ഒറ്റയ്ക്കാണല്ലോ ഓർത്ത് ഓടി വന്നല്ലോ. ആള് സ്വീറ്റാണ്. അയ്യേ, ഞാനിപ്പോ എന്താ കണ്ടേ? ഷേ, അവൾ എന്ത് വിചാരിച്ചു കാണും? നാണക്കേടായി. ഇത് നേരത്താണോ എന്തോ. ഇയാള് ചായ കുടിച്ചോ? ഇല്ല. ദാ കുടിക്ക്. ഇതിൽ ഏലക്ക ഇട്ടോ നീ? കൊച്ചിലെ ഇയാൾക്ക് വലിയ ഇഷ്ടമായിരുന്നല്ലേ, ആ ഒരു ഓർമ്മയിലിട്ടതാ. ഇപ്പൊ ഞാൻ അങ്ങനെ ഏലക്ക ഇട്ട് കുടിക്കാറില്ല. കുറെ നാള് കൂടി കുടിച്ചപ്പം ഒരു നൊസ്റ്റു ഫീല്. നിനക്കതൊക്കെ ഓർമ്മ ഉണ്ടായിരുന്നോ? ചിലതൊക്കെ മറന്നു, ചിലതൊക്കെ ഓർത്തു വെച്ചു. അന്നൊക്കെ നമ്മൾ രണ്ടും എപ്പോഴും മഴയത്തായിരുന്നു. നീ നനഞ്ഞു തുടങ്ങുമ്പോ അപ്പൊ കിട്ടും നിമ്മാരി അടി. എന്നിട്ട് നിന്നെ രക്ഷിക്കാൻ ഞാനും ഏട്ടനോ വരണം. പിന്നെ ലാസ്റ്റ് നമ്മൾ ഒന്നിച്ചായിരിക്കും മഴ നനയുന്നത്. ആ, നനഞ്ഞ് പനി പിടിച്ച് കിടക്കുമ്പോ അമ്മമാരുടെ വായിൽ നിന്ന് കിട്ടുന്ന ചീത്ത. എന്നിട്ട് നരഞ്ജനയുടെ എപ്പോഴും ഓടി വന്ന് നോക്കുമായിരുന്നു എനിക്ക് പനി കുറഞ്ഞോന്ന്. എന്ത് രസമായിരുന്നല്ലേ അന്നൊക്കെ. നീയും ഞാനും ഏട്ടനും ഏട്ടത്തിയും ഹരിയും ഉണ്ണിയും എല്ലാരും കൂടി
അന്നൊക്കെ ഹരിക്ക് ഞാൻ നിന്റെ കൂടെ നടക്കുന്നത് തീരെ ഇഷ്ടമല്ലായിരുന്നു. നിന്റെ മുറച്ചെറുക്കനാണെന്ന് പറഞ്ഞ് അവൻ എന്തോരം എൻ്റെ നേരെ തട്ടിക്കേറിയിട്ടുണ്ടോന്ന് അറിയാം. അപ്പോൾ നീ അവരോടൊക്കെ പറയും ഞാൻ ഡോക്ടറേട്ടൻ്റെതാണെന്ന്. പിന്നെ നീയാണ് എന്നെ ആദ്യമായിട്ട് ഡോക്ടർ എന്ന് വിളിച്ചത്. നിനക്ക് എപ്പോഴും എൻ്റെ കൂടെ നടക്കണം, എൻ്റെ കൂടെ ഇരിക്കണം, എൻ്റെ പാട്ട് കേൾക്കണം, എന്നോട് വഴക്കുണ്ടാക്കണം. നീ അന്നത്തെ പോലെ തന്നെ ഇന്നും ഒരു മാറ്റവും ഇല്ല. ഏതെങ്കിലും പെൺപിള്ളേർ എൻ്റെ അടുത്ത് കൂടിയാൽ ഒരുപാട് സ്വാതന്ത്ര്യം എടുത്താൽ അപ്പോൾ വരും കണ്ണുരുട്ടി അവരെ പീഡിപ്പിച്ച് ഓട്ടിക്കാനായിട്ട്. ഒരിക്കലും ഉത്സവത്തിന് പോയപ്പോൾ നിനക്ക് കുപ്പിവെള്ളം വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചത് ഓർമ്മയുണ്ടോ? അന്ന് നമ്മൾ രണ്ടാളും കൂടി കുപ്പിവെള്ളം വാങ്ങാൻ പോയിട്ട് ആന ഇടിഞ്ഞ് ഓടിയപ്പോൾ നമ്മൾ അമ്പലത്തിന്റെ ഊട്ടുപുരയിൽ ഒളിച്ചിരുന്നു. അന്ന് ഇടിയൊക്കെ നിനക്ക് ഭയങ്കര പേടിയായിരുന്നു. അന്ന് പ്രതീക്ഷിക്കാത്ത പെയ്ത് മഴയത്തും വലിയൊരു ഇടിയും പെട്ടി. നീ ആണേലും പേടിച്ച് എന്നെ കയറി കെട്ടിയും പിടിച്ചു. നിന്റെ അരണാണത്തിൽ ഞാനന്ന് അറിയാതെ തൊട്ടുവെന്നും പറഞ്ഞ് അന്ന് നീ എന്നെ കുനിച്ച് നിർത്തി ഇടിച്ചു. ഓർമ്മയുണ്ടോ നിനക്കത്? എന്തൊക്കെ കുസൃതികളാ കാട്ടിക്കൂട്ടിയത്, ഓർക്കുമ്പം ചിരി വരും. ഈശ്വര, ഇങ്ങേർക്ക് ഇതെല്ലാം ഓർമ്മ ഉണ്ടായിരുന്നോ? പിന്നെ ഒരു വട്ടം ഞാൻ നിന്റെ ചുണ്ടിന്റെ അടിയിലെ ഈ കറുത്ത മറുകില് ആ മോനിവിടെ ഉണ്ടായിരുന്നോ? ആ ഇവളിവിടെ ഒറ്റയ്ക്കിരുന്നപ്പം ഞാൻ കൂട്ടിന് വന്നിരുന്നതാ. അത് നന്നായി. ക്ലാസ് ഇല്ലാന്ന് ഇവളെ വിളിച്ചു പറഞ്ഞപ്പം ഇവളോട് ഒറ്റയ്ക്കാണല്ലോ എന്ന് ഓർത്ത് ഞങ്ങൾ വേഗം ഓടി വന്നതാ. ആ എന്നാ ശരി ആന്റി, ഞാൻ പോട്ടെ. ആ മോനെ, ഇനി കുറച്ച് ദിവസത്തേക്ക് ലീവ് എടുത്ത കേട്ടോ. നമുക്ക് കല്യാണത്തിന് കുറെ ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്. ഓടാൻ നമ്മളൊക്കെ തന്നെയല്ലേ ഉള്ളൂ. ചെറുക്കനെ പെണ്ണിനെ ഇട്ട് ഒട്ടിക്കാൻ പറ്റില്ലല്ലോ. ആ അങ്കിൾ, ഞാൻ കുറച്ച് ദിവസത്തേക്ക് ലീവാ. അർജന്റ് കേസ് മാത്രമേ എടുക്കുന്നുള്ളൂ. അവിടെ മായ ഡോക്ടർ ഉണ്ടല്ലോ, ബാക്കി കാര്യങ്ങളൊക്കെ അവര് നോക്കിക്കോളൂ. അനിയൻകുട്ട, നാളെ നമുക്ക് ഡ്രസ് എടുക്കാൻ പോണം കല്യാണത്തിന്. നീ കൂടെ ഉണ്ടാവണം കേട്ടല്ലോ. ആ ശരി ഏട്ടത്തി, എന്നാ ഞാനങ്ങോട്ട് ചെല്ലട്ടെ. ആ മോനെ. മാതിരി, കുക്കുവിന് ഇപ്പോഴും എൻ്റെ ഇഷ്ടങ്ങളൊക്കെ നല്ല നിശ്ചയാട്ടോ. അവൾക്ക് കൊച്ചിലത്തെ എൻ്റെ ഇഷ്ടങ്ങളെല്ലാം ഇപ്പോഴും ഓർമ്മയുണ്ട്. നിനക്കറിയാവോ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ അവളെ പറ്റി? അവൾ ആരാ മുതലെന്നറിയോ? നല്ല കുശുമ്പി പാറുമായിരുന്നു. അന്ന് ഏട്ടൻ പറഞ്ഞത് ശരിയാ. ഡൽഹിയിലോട്ട് പോയതുകൊണ്ടാ ഞങ്ങളുടെ ആ ബന്ധം മുറിഞ്ഞു പോയത്. അന്നൊരു പൊട്ടി പെണ്ണായിരുന്നു. ഞാൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കും. എൻ്റെ കൂടെ നടക്കൂ, ഞാൻ വാരിക്കൊടുത്താലേ കഴിക്കൂ. പക്ഷെ ഇപ്പോൾ അടുക്കാൻ പറ്റാത്ത വിധത്തിൽ ഞാൻ അവളിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്. അവളെപ്പോലൊരു പെണ്ണിനെ എൻ്റെ സുഹൃത്തായി പോലും എനിക്ക് കാണാനിപ്പോൾ കഴിയുന്നില്ല. ആഹാ, ബെസ്റ്റ്. ഇത്രയ്ക്ക് ബിൽഡപ്പ് എടുത്ത് വന്നപ്പോൾ ഞാൻ ഓർത്തു നിനക്ക് വാവയുടെ പ്രേമം പൊട്ടി മുളച്ചു. ഇതിപ്പോ ആകാശം വരെ തൊട്ടിട്ട് ദേ ഇപ്പൊ താഴേക്ക് ഇട്ടേക്കുന്നു. ഇവ നന്നാവൂല. നീ നിനക്ക് കുറെ അനുഭവിക്കും മോനെ, നോക്കിക്കൂ. ഏട്ടാ റെഡി ആയില്ലേ? ആ വരുന്നടാ. എന്റെ ഏട്ടൻ തന്നെയാണോ ഇത്? കല്യാണം കഴിക്കാൻ പോവാ 2 ദിവസം കൂടെ കഴിഞ്ഞാല്. ആളിപ്പോഴും ആ കോളേജ് റൂമിയാണെന്നേ പറയും. പോടാ പോടാ, ചുമ്മാ തള്ളാതെ. ഏട്ടത്തി കണ്ട ഇപ്പൊ തന്നെ ഫ്ലാറ്റ് ആവും. ഫ്ലാറ്റ് അല്ല, വീട്. പോകാൻ പറ അവളോട്. അവളെ കാണിക്കാനൊന്നും അല്ല ഞാൻ റെഡിയായത്. ഇവരുടെ പ്രശ്നം ഇതുവരെ തീർന്നില്ലേ ദൈവമേ. മക്കളെ, നിങ്ങൾ 4 കൂടി നമ്മുടെ കാറിൽ പോര്. ഞങ്ങള് നിമ്മിയുടെ കൂടെ പോവുകയാണേ. ആ ശരി അമ്മേ. ആഹാ, ഏട്ടൻ കലക്കിയല്ലോ. ഏട്ടത്തി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അടിപൊളിയല്ല, അടി കിട്ടാത്തതിന്റെ കേടാ. ഏട്ടാ എന്തൊക്കെയാ ഈ പറയുന്നത്? അങ്ങേര് പറയട്ടെടാ അനിയൻകുട്ട, അങ്ങേർക്ക് എന്ത് വേണേലും ആവാലോ. ആ ആവും. എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ എന്റെ നാവ് കൊണ്ട് പറയും. പറ്റുന്നവര് സഹിച്ചാ മതി. എന്താ ഏട്ടാ ഇങ്ങനെ? നീ വണ്ടി എടുക്കുന്നേരഞ്ചാ. ഈശ്വര, ചെറിയ പ്രശ്നമാണ്, പെട്ടെന്ന് തീരുമെന്ന് കരുതിയപ്പം ഇത് ലോകമഹായുദ്ധത്തിലേക്കാണല്ലോ പോകുന്നത്. ഹലോ, ആ സിദ്ധു ഏട്ടാ. സിദ്ധു ഏട്ടനോ? ആ ഞങ്ങൾ ഇറങ്ങി. ആ ഏട്ടനെത്തിയോ? ആ ഞങ്ങളിത് വേഗം എത്താം. കുക്കുവേ, സിദ്ധാർത്ഥേട്ടൻ എപ്പോഴാ സിദ്ധു ആയത്? അത് ഏട്ടാ അങ്ങനെ വിളിച്ചാ മതിയെന്ന് പറഞ്ഞു, അതാ. ഞങ്ങള് വിശ്വസിച്ചു. ആ ഏട്ടാ, പിന്നെ സങ്കൽപ്പേട്ട വരുമോ ഡ്രസ് എടുക്കാൻ? ഇല്ല, അവൻ മുത്തശ്ശിയുടെ വീട്ടിലല്ലേ. പിന്നെ ഇന്നും നാളെയായിട്ട് എന്റെ നെനച്ചേട്ടനെ കുറച്ച് ഫ്രണ്ട്സ് വരുന്നുണ്ട്. അവരെയും കൊണ്ട് വീട്ടിലോട്ട് വരുമായിരിക്കും. ഏട്ടനുണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നേരെ. പുള്ളിക്കാരൻ സൂപ്പറാ. സംസാരിച്ചു തുടങ്ങിയ സമയം പോകുന്നതേ അറിയില്ല. ഓ, അവളുടെ ഒരു സങ്കല്പ്. സിദ്ധുവേട്ടൻ, ഞാനൊരുത്തൻ ഇവിടെ ഉണ്ട്.
ഒരു വട്ടം പോലും അവൾ എന്നോട് സ്നേഹത്തോടെ ഏട്ടാന്ന് വിളിക്കില്ല. ഇവളെ ഞാൻ അതിന് നീ ആക്സിലേറ്റർ ചവിട്ടി പൊട്ടിച്ചിട്ട് കാര്യമില്ല മോനെ, കയ്യിലിരിപ്പ് കൂടി നന്നാവണം. ആ നിങ്ങൾ വന്നോ? നിങ്ങൾ വരാൻ വൈകിയപ്പം ഞങ്ങൾ സിദ്ധുവിന്റെ ഡ്രസ്സ് എടുക്കാൻ തുടങ്ങി. ഞങ്ങൾ ഇടയ്ക്കൊന്ന് അമ്പലത്തിൽ കയറി, അതാ വൈകിയത്. മക്കളെ വാ ഇങ്ങോട്ട്. കുക്കു വാ മോളെ, അനേങ്കുട്ട വാ. കണ്ടില്ലേ അവളുടെ അഹങ്കാരം? ഏത് നേരത്താണോ എന്തോ എനിക്ക്. ഏട്ടാ, ഇത്രയും നേരം ഞാൻ ഒന്നും പറഞ്ഞില്ല. നിങ്ങൾക്കിത് എന്താ പറ്റിയത്? അന്ന് ഏട്ടന്റെ റൂമിൽ നിന്ന് കരഞ്ഞിറങ്ങിപ്പോയത് ഞാൻ കണ്ടതാ. അടയും ചക്കര ആയിരുന്നല്ലോ നിങ്ങള്. ഇപ്പൊ എന്താ കീരിയും പാമ്പും? നീ ഇപ്പൊ അതൊന്നും അന്വേഷിക്കേണ്ട. വാ, വന്ന് ഡ്രസ്സ് എടുക്ക്. ഏട്ടനിങ്ങനെ ഓരോന്നൊക്കെ പറയുമ്പോ ഏട്ടത്തിക്ക് നല്ല സങ്കടമാവുന്നുണ്ട്. പാവം അത് പുറത്ത് പ്രകടിപ്പിക്കുന്നില്ലാന്നേ ഉള്ളൂ. ആണോ? അത് നിനക്കറിയായിരുന്നു. നിന്റെ ഏട്ടത്തിയോട് ഞാൻ ദേഷ്യപ്പെട്ടപ്പം അവൾ സങ്കടപ്പെടുന്നത് നീ കണ്ടായിരുന്നു. നീ കുക്കുവിനോട് ദേഷ്യപ്പെടുമ്പോ അവൾക്ക് വേദനിക്കുന്നത് എന്താ നീ കാണാത്തത്? അതുകൊണ്ട് നീ വലിയ സംസാരമൊന്നും വേണ്ട, വാ ഇങ്ങോട്ട്. ഈ ഗ്രീൻ കളർ കുക്കുവിന് നന്നായിട്ട് ചേരും. അത് വേണ്ട ചേച്ചി, വേറെ നോക്കാം. കുക്കു, ഒരുപാട് ഇങ്ങനെ വാരി വലിച്ചിടാതെ ഏതേലും എടുക്ക്. എനിക്ക് ഒരു കളറും ഇഷ്ടമാവുന്നില്ല അമ്മ. ചേച്ചി, ആ പിങ്ക് കളർ സാരി ഒന്ന് എടുക്കാവോ? അമ്മേ, ആന്റി, ഈ സാരി എങ്ങനെയുണ്ട്? ഇത് കൊള്ളാലോ മോനെ. മോന് നല്ല ഡ്രസ്സിങ് സെൻസ് ഉണ്ടല്ലോ. ഇവനോ ഡ്രസ്സിങ് സെൻസോ? മരുഭൂമിയിൽ വരെ കോട്ടും സൂട്ടും ഇട്ട് പോകുന്ന ഇവൻ. പിന്നെ ഇതൊക്കെ എന്റെ വാവയുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. കുക്കു, ഇതെങ്ങനെയുണ്ട്? ശരിയാണല്ലോ, ഈ കളർ തന്റെ സ്കിന്നിന് നന്നായിട്ട് ചേരും. ഋതിക, ഇതൊന്ന് വെച്ച് നോക്കിക്കേ. ഏയ് ഡാഡാ, കല്യാണം കഴിഞ്ഞിട്ടില്ല. നീ ഇപ്പോഴേ തട്ടാനും മുട്ടാനും നിക്കണ്ട. ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം. ഛേ, അയാൾക്ക് തൊട്ട് തലോടാൻ കണ്ട നേരം. ഹിറ്റ്ലർ ഇതോടെ പോയി. ദേ നിൽക്കുന്നു. ഡോക്ടറെ, എന്താ പറ്റിയേ? വേഗം ഇങ്ങ് പോന്നല്ലോ. എനിക്കെന്ത് പറ്റിയാലും നിനക്കെന്താ? എനിക്ക് അത് ഞാൻ അവിടെ ഉണ്ടല്ലോ ഒരുത്തൻ, അവന്റെ അടുത്ത് പോയി നിൽക്ക്. അവൻ കാണിക്കുന്ന കോപ്രായങ്ങളെല്ലാം സമ്മതിച്ചു കൊടുക്ക്. കെട്ടുപോലും കഴിഞ്ഞിട്ടില്ല, അതിനു മുമ്പാ. എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. അതിന് നിന്നു കൊടുക്കാനായിട്ട് നീയും. പിന്നെ നിനക്കിതൊന്നും പ്രശ്നമല്ലല്ലോ. അല്ലേലും എത്ര പേരുടെ കൂടെ പോയതാന്ന് ആർക്കറിയാം. നിർത്തടോ, ഇത് പബ്ലിക് പ്ലേസ് ആയിപ്പോയി. ഇല്ലായിരുന്നെങ്കിൽ തന്റെ കരണം ഞാൻ അടിച്ചു പോച്ചേന. എന്നെ തൊട്ടത് എന്നെ കെട്ടാൻ പോകുന്നവനാ. അതിന് എനിക്ക് പ്രശ്നമല്ലല്ലോ. പിന്നെ അത് കണ്ടു നിൽക്കുന്ന തനിക്കെന്താടോ? ഇനി മേലിൽ എന്റെ കാര്യത്തിൽ ഇടപെടരുത്, കേട്ടല്ലോ? ഈശ്വര, ഇപ്പൊ ഉണ്ടായതിന്റെ പരാതി ഞാൻ തന്നെ കേൾക്കണമല്ലോ. ഇവൻ രാത്രി എനിക്ക് സൗകര്യം തരൂല. കേട്ട് കേട്ട് ഞാൻ മടുത്തു. ഇവനൊന്ന് ഉറങ്ങിയാ മതിയായിരുന്നു രാത്രി. അപ്പൊ ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. ഇനി കല്യാണത്തിന് കാണാം. ആയിക്കോട്ടെ, ശരി എന്നാ. ഇനി കൂടി പോയ 3 ദിവസം. അത് കഴിഞ്ഞ പിന്നെ നമ്മൾ ഒന്നിച്ചാണ് കേട്ടോ. കൃതിക, ബൈ. ഇനി കല്യാണത്തിന് കാണാം. ലവ് യു. അവള് മറ്റൊരാളുടേതാവാൻ ഇനി ഏറിയാൽ 3 ദിവസം കൂടി. വാ മക്കളെ, എല്ലാം എടുത്തല്ലോ. നമുക്കിനി ഓർണമെന്റ്സ് കൂടി സെലക്ട് ചെയ്യാം. ഡാ ജയ, ഞങ്ങള് താലിയും മാലയും എടുത്തു കഴിഞ്ഞാൽ പോവേ. കുറച്ച് ബന്ധുക്കളെ കൂടി വിളിക്കാനുണ്ട്. ആടാ, നിങ്ങൾ പൊയ്ക്കോ. ഞങ്ങള് പിള്ളേർക്കുള്ള ഓർണമെന്റ്സ് എടുത്തിട്ട് അങ്ങോട്ട് വന്നേക്കാം. മക്കളെ, നിങ്ങളിങ്ങ് വന്നേ. താലിയും മാലയൊക്കെ സെലക്ട് ചെയ്തേ. കുക്കുവിനുള്ളത് സിദ്ധാർത്ഥന്റെ ഫാമിലി എടുത്തോളൂ. ആരാ ഏട്ടാ? എടാ ഗായത്രിയാണെടാ. ലാൻഡ് ചെയ്തോന്നൊരു ചെറിയ സംശയമുണ്ട്. ഈശ്വര, തീർന്ന്. ചെല്ല്, വേഗം ചെന്ന് ഫോൺ എടുക്ക്. അനിയൻകുട്ട, ആരാടാ അത്? ആര്? ഫോൺ വന്നപ്പോ നിന്റെ ഏട്ടൻ ചാടി തുള്ളി പോയില്ലേ, അത് ആരുടെ ഫോണാന്ന്?
അതോ, അത് ഏട്ടൻ്റെ ഒരു ഫാനായിരുന്നു. ബാംഗ്ലൂരിൽ പഠിക്കുമ്പോൾ ഏട്ടൻ്റെ പിന്നാലെ തന്നെ ആയിരുന്നു ആള്. പിന്നെ ഏട്ടൻ വളയില്ലാന്ന് കണ്ടപ്പോൾ വിട്ടു. പിന്നെന്തിനാ ഇങ്ങനൊരു വിളി? അതോ, എൻ്റെയും ഏട്ടൻ്റെയും ബാംഗ്ലൂരിലെയും കാനഡയിലെയും ഡൽഹിയിലും ഒക്കെയുള്ള ഫ്രണ്ട്സ് ഇന്നും നാളെ ആയിട്ട് ലാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പാർട്ടി വെച്ചിട്ടുണ്ട്. ബാച്ചിലർ പാർട്ടി എന്താണെന്ന് എപ്പെങ്കിലും ഗേൾസും ഉണ്ടാവും. അതെ, ഞാനിപ്പോൾ വരാവേ ഏട്ടത്തി. ഗേൾസോ? അച്ഛാ, പർച്ചേസ് എല്ലാം കഴിഞ്ഞില്ലേ? നമുക്ക് ഇറങ്ങാം. എൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. അവരെല്ലാവരും ഇപ്പോൾ എത്തും. ആണോ? എങ്കിൽ ഇറങ്ങാം നമുക്ക്. പർച്ചേസ് എല്ലാം കഴിഞ്ഞു. ജയ, ഞങ്ങൾ ഇറങ്ങും കേട്ടോ. കുട്ടികളുടെ ഫ്രണ്ട്സ് എല്ലാം വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കല്യാണ വിളി നടക്കുമെന്ന് തോന്നുന്നില്ല. നാളത്തേക്കാക്കാം. നിങ്ങളിത് കഴിഞ്ഞിട്ട് അങ്ങ് പോരെ കേട്ടോ. ആ ശരി, നിങ്ങൾ ഇറങ്ങിക്കോ. അയ്യോ, ഇത് നിരൂപേട്ടന്റെ പേഴ്സ് ആണല്ലോ. എന്റെ കയ്യിൽ പിടിക്കാൻ തന്നിട്ട് ഏട്ടനത് വാങ്ങാതെ പോയോ? ഇനിയിപ്പോ വീട്ടിൽ ചെന്നിട്ട് കൊടുക്കാം. ചേച്ചിയുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല മോളെ, ഞാനിങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചിരുന്നത്. ദേ, നാളെയാണ് ഹൽദി ഫംഗ്ഷൻ. രണ്ടാൾക്കും എന്തേലും വാങ്ങാനുണ്ടോ? വേണ്ടച്ചാ, ഇതൊന്നും നമ്മുടെ നാട്ടിലെ ചടങ്ങല്ലല്ലോ, പിന്നെ എന്തിനാ? എൻ്റെ കുട്ടികളുടെ കല്യാണം അത് ഏതൊക്കെ രീതിയിൽ എനിക്ക് ആഘോഷിക്കാമോ ആ രീതിയിലൊക്കെ ഞാൻ ആഘോഷിക്കും. എത്ര വേഗമാ എൻ്റെ മക്കള്. അമ്മേ, സെന്റി ഇപ്പോഴേ തുടങ്ങണ്ട. സമയം ഇഷ്ടം പോലെ ഉണ്ട്. അച്ഛാ, ഞാൻ ഈ പേഴ്സ് കൊണ്ട് കൊടുത്തിട്ട് വരാമേ. ഏട്ടന്റെ കുക്കുമോളെ, ഇങ്ങ് വന്നേ. എന്താ ചേച്ചി? നീ എവിടെ ചെല്ലുമ്പോഴേ ആരൊക്കെ വന്നിട്ടുണ്ട് എന്നൊന്ന് നോക്കണേ. പെൺപിള്ളേരുണ്ടോ, നിരൂപേട്ടൻ എന്ത് ചെയ്യുന്നു എന്നൊക്കെ. അതെന്തിനാ? ഏയ് ഒന്നുമില്ല, വെറുതെ. കുശുമ്പത്തി ചേച്ചി. ഈശ്വര, നോർത്ത് ഇന്ത്യ മുഴുവൻ ഇങ്ങ് പോന്നു. സോറി, നിരൂപേട്ടൻ എവിടെ? എന്താ മോളെ? ഏട്ടന്റെ പേഴ്സ്. അയ്യോ, ഞാനിത് നോക്കി നടക്കുമായിരുന്നു. മോൾ ഇത് കൊണ്ടുപോയി നിരഞ്ജന്റെ റൂമിൽ വെച്ചേക്ക്. ഞാൻ ഇന്നു മുതൽ അവിടെ കിടക്കുന്നത്. ശരി ഏട്ടാ. രൂപ്. ആ, ഗായു വരുന്നു. ഹിറ്റ്ലർ എവിടെ പോയോ ആവോ? ഡി, ആരോട് ചോദിച്ചിട്ടാ നീ ഇതിൽ തൊട്ടത്?